ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ശർക്കര പാനി റെഡിയാക്കി എടുക്കുക കേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ശർക്കര പാനിയാക്കി എടുക്കാം. ഇപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വശത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അവലാണ്. ഞാനിപ്പോൾ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഈ അവൽ ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അധികം നേരം വറുത്തെടുക്കണമെന്നില്ല, 2-3 സെക്കൻഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അവൽ ഏകദേശം പാകമായി വരുന്നുണ്ട്. നമുക്കിത് പാകമായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് വറുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇത് ആദ്യം വറുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അധികം പെട്ടെന്ന് പോവില്ല. പാകമായി കഴിയുമ്പോഴേക്കും നമ്മളിത് വറുക്കുമ്പോൾ പെട്ടെന്ന് വിട്ടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കും. അപ്പം നമുക്ക് മനസ്സിലാകും ഇത് പാകമായിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമുക്ക് വറുത്തെടുത്ത അവൽ നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കുക, നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ അവലിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ മുഴുവൻ അവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. ഏത്തപ്പഴം, മീഡിയം ടൈപ്പുള്ള 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ശേഷം നമുക്ക് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് വാട്ടിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പഴം നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വഴന്ന് വരുള്ളൂ. ഇപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉടയണ പോലെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഉടഞ്ഞ് കിട്ടുമ്പോഴേക്കുമാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ആ ടെക്സ്ചർ കിട്ടുന്നത്. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മളിത് ഉടച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്കിത് ഉടക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഉടഞ്ഞ് വരുള്ളൂ. ഇപ്പം ഞാനിത് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ചെറിയ തേങ്ങ ഞാനൊരു 2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും അതുപോലെ തന്നെ പഴവും കൂടെ നന്നായിട്ട് മിക്സ് ആവണ പോലെ തന്നെ നമുക്കിത് ഉടച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയണ പോലെ മാത്രം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന വറുത്ത് പൊടിച്ചെടുത്ത അവൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവൽ പൊടിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കുറവേ ഉള്ളൂ, കുറഞ്ഞ അളവിലാണ് അവൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ അവൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പഴവും അവലും തേങ്ങയും കൂടെ നന്നായിട്ട് ചേർന്ന് വന്നതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. കരടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശർക്കരപ്പാനി പഴത്തിലും തേങ്ങയിലൊക്കെ പിടിക്കണ വരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ശർക്കരപ്പാനിൻ്റെ വെള്ളമായൊക്കെ മാറണ വരേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ടൈമൊന്നും പിടിക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി കിട്ടും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ശർക്കരപ്പാനി എല്ലാം വറ്റി നമ്മുടെ തേങ്ങയിലും പഴത്തിലൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്.
എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ, ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് ബോളാക്കി എടുക്കാം. നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റോടുകൂടി അവർ കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ബോളാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഈസി സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.